നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറയുമ്പോൾ ഒരു കവിതയെ നമ്മൾ ആസ്വദിക്കാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ ആ കവിതയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മെട്രിക്കൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് മെട്രിക്കൽ സ്ട്രക്ചറും ഒരു കവിതയുടെ ആസ്വാദനവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. അതിന് താഴെ ആദ്യത്തെ ഹെഡിങ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. മീറ്റർ എന്ന് പറഞ്ഞാൽ by meter we mean the ordered rhythm that results from a regulated alternation of syllables of different characters. അതായത് മീറ്റർ എന്ന് പറയുന്നത് ഒരു തരം അടുക്കി വെച്ച ഋതമാണ്. ഋതം എന്ന് പറഞ്ഞാൽ താളം. അതെന്ന് പറഞ്ഞാൽ സിലബിൾ എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ വേർതിരിക്കാൻ പറ്റാത്ത ഒരു യൂണിറ്റിനെയാണ് സിലബിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സിമ്പിൾ വേർഡ് ആപ്പിൾ, ആ വേർഡിന് 2 സിലബിൾ ഉണ്ട്. ആപ്പിൾ അങ്ങനെ 2 സിലബിൾ ഉണ്ട്. പിന്നെ ഇപ്പോൾ പേഴ്സൺ 2 സിലബിൾ ഉണ്ട്. പിന്നെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അതിന് 3 സിലബിൾ ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് സിലബിൾസ് എന്ന് പറയുന്നത്. ഒരു ശബ്ദത്തിൻ്റെ ഒരു യൂണിറ്റാണ് സിലബിൾ. അപ്പോൾ സിലബിളുകളുടെ താളാത്മകമായിട്ടുള്ള ഒരു അടുക്കി വെക്കലിലൂടെ ഉണ്ടാകുന്നതാണ് മീറ്റർ എന്ന് പറയുന്നത്. In Greek and Latin, this difference depended on quality or the length of time taken in pronunciation. The metrical feet or group of syllables forming the basis of the line or verse was composed of long and short syllables arranged according to certain scheme. അതായത് ഓരോ തരം പോയട്രിക്കും അതിൻ്റെ ഫീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫൂട്ട് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ കവിതയുടെ ചരണം എന്ന് പറയും. ചരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു വരിയാണ്. അപ്പോൾ വരിയുടെ അകത്ത് സിലബിളുകൾ പ്രത്യേക രീതിയിൽ അടുക്കി വെച്ചിട്ടാണ് ഒരു മെട്രിക്കൽ സ്ട്രക്ചർ കവിതയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കാം. ദ അയാംബിക് ഫൂട്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഷോർട്ട് സിലബിൾ ഫോളോഡ് ബൈ എ ലോങ് വൺ. പലതരം മെട്രിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് അയാംബിക് എന്ന് പറയുന്നത്, അയാംബിക് മീറ്റർ എന്ന് പറയുന്നത്. അയാംബിക് മീറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഷോർട്ട് സിലബിൾ ഫോളോഡ് ബൈ എ ലോങ് വൺ. ഒരു ഷോർട്ട് സിലബിൾ കഴിഞ്ഞിട്ട് ഒരു ലോങ് സിലബിൾ, ആ രീതിയിലാണ് ആ കവിതയിൽ താളം ഉണ്ടാക്കിയെടുക്കുന്നത്. The dactylic of a long syllable followed by 2 short ones. ഡാക്റ്റിലിക് മീറ്ററിലാണെങ്കിൽ ഒരു ലോങ് സിലബിൾ കഴിഞ്ഞിട്ട് രണ്ട് ഷോർട്ട് സിലബിളുകൾ. ദ സ്പോണ്ടേക്ക് ഓഫ് 2 ലോങ് സിലബിൾസ്. സ്പോണ്ടേക്ക് മീറ്ററിനകത്താണെങ്കിൽ 2 ലോങ് സിലബിളുകളാണ് വരുന്നത്. ഇൻ ഇംഗ്ലീഷ് പോയട്രി ദ ബേസിസ് ഓഫ് എ മീറ്റർ ഇസ് നോട്ട് ക്വാണ്ടിറ്റി ബട്ട് ആക്സെന്റ്. ഇംഗ്ലീഷ് കവിതകളിൽ മീറ്ററിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, മീറ്റർ എന്ന് പറയുന്നത് ആക്സെൻ്റ് ആണ്, അതിൻ്റെ അളവല്ല. എന്നാൽ അതിൻ്റെ ഉച്ചാരണത്തിനാണ് ഇംഗ്ലീഷ് മെട്രിക്കൽ സിസ്റ്റത്തിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഓർഡേർഡ് rhythm arises from a regulated alternation of syllables which we are stressed or heavy and unstressed or light. ഇവിടെ വരികൾക്ക് സിലബിളുകൾക്ക് സ്ട്രെസ് കൊടുത്തും സ്ട്രെസ് കൊടുക്കാതെയുമാണ് ഇവിടെ താളം ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ ആക്സെൻ്റ് കൊടുത്തും ആക്സെൻ്റ് കൊടുക്കാതെയുമാണ് താളം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇൻ ആൻ ഇംഗ്ലീഷ് ഫൂട്ട് one stressed syllable may be combined with 1 or 2 unstressed syllables. അതായത് ഇംഗ്ലീഷ് ചരണത്തിൽ, ഇംഗ്ലീഷ് മീറ്റർ എന്ന് പറയുന്ന പ്രത്യേകതരം കവിതയിലെ ചരണത്തിൽ ഒരു സ്ട്രെസ്ഡ് സിലബിൾ മേ ബി കമ്പൈൻഡ് വിത്ത് 1 or 2 അൺസ്ട്രെസ്ഡ് സിലബിൾസ്. ഒരു സ്ട്രെസ്ഡ് സിലബിളിനോടൊപ്പം 2 or 3 അൺസ്ട്രെസ്ഡ് സിലബിൾ കമ്പൈൻ ചെയ്തായിരിക്കും അതിനകത്ത് താളക്രമം ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഹെൻസ് വി ഹാവ് എ ഫൂട്ട് ഓഫ് 2-3 syllables. അപ്പോൾ 2-3 സിലബിൾ വരുന്ന ചരണങ്ങൾ ഇംഗ്ലീഷ് മെട്രിക്കൽ സ്ട്രക്ചർ ഉള്ള കവിതയിൽ ഉണ്ടായിരിക്കുന്നതാണ്. In each case, the character of the foot is determined by the relative position of the accent. ഇവിടെയാണെങ്കിൽ ആക്സെൻ്റ് അനുസരിച്ചിട്ടാണ് ഈ ചരണങ്ങളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ ഉച്ചാരണം അനുസരിച്ചാണ് നിർണ്ണയിക്കപ്പെടുന്നത്.
There are two measures in the case of disyllabic food. അതായത് ഡൈസിലബിക് ചരണങ്ങളിൽ, അതായത് 2 സിലബിൾസ് ഉള്ള ചരണങ്ങളിൽ 2 അളവുകളാണുള്ളത്. ഒരെണ്ണം എന്ന് പറയുന്നത് അയാംബിക്കും രണ്ടാമത്തേത് ട്രോക്കേക്കും. അയാംബിക് ചരണത്തിൽ വരുന്നതാണെങ്കിൽ അൺആക്സെൻറ്റഡ് സിലബിൾ പ്രിസീഡ്സ് ദ ആക്സെൻറ്റഡ്, അതായത് ആക്സെൻറ്റഡ് സിലബിൾ കഴിഞ്ഞിട്ട് അൺആക്സെൻറ്റഡ് സിലബിൾ വരുന്നു. ട്രോക്കേക്കിലാണെങ്കിൽ അൺആക്സെൻറ്റഡ് ഫോളോസ് ദ ആക്സെൻറ്റഡ്, അതിലും ആക്സെൻറ്റഡ് കഴിഞ്ഞിട്ട് അൺആക്സെൻറ്റഡ് വരുന്നു. ഇൻ ദ കേസ് ഓഫ് ട്രൈസിലബിൾസ് 3 സിലബിളുകൾ ഉള്ള ചരണങ്ങളിലാണെങ്കിൽ ദ ഫോളോയിങ് മെഷേഴ്സ് ആർ യൂസ്ഡ്. ദ അനാസ്പെക്റ്റിക് ഇൻ വിച്ച് 2 അൺആക്സെൻറ്റഡ് സിലബിൾസ്, അതായത് ട്രൈസിലബിൾ ചരണങ്ങളിൽ വരുന്നത് അനാസ്പാസ്റ്റിക് എന്ന് പറയുന്ന ഒരു തരം സിലബിളുകളുടെ അറേഞ്ച്മെൻ്റ് ആണ്. അതെങ്ങനെയാണ്? 2 അൺആക്സെൻറ്റഡ് സിലബിൾസ്, ആക്സെൻറ്റ് അല്ലെങ്കിൽ സ്ട്രെസ് ഇല്ലാത്ത 2 സിലബിളുകൾ പ്രിസീഡ് ദ ആക്സെൻറ്റ് ഉള്ള ഒരു സിലബിളിന് ശേഷം വരുന്നു. ആസ് ഇൻ കൊളോണൈഡിലുള്ളതുപോലെ the dactylic in which the accented syllable precedes 2 unaccented as in merciful എന്ന വാക്കിലുള്ളതുപോലെ 2 അൺആക്സെൻറ്റഡ് സിലബിളിന് ശേഷം ഒരു ആക്സെൻറ്റഡ് സിലബിൾ വരുന്നു. ആൻഡ് the amphibrake in which the accented syllable comes in between 2 unaccented. ആംഫിബ്രേക്ക് മീറ്ററിലാണെങ്കിൽ ഒരു ആക്സെൻറ്റഡ് സിലബിൾ 2 അൺആക്സെൻറ്റഡ് സിലബിളുകളുടെ നടുവിലായിട്ട് വരുന്നു. ആസ് ഇൻ ഇന്റേണൽ എന്ന് പറയുന്ന വാക്ക്, അപ്പുറവും ഇപ്പുറവും ലൈറ്റ്, അതായത് ആക്സെൻ്റ് ഇല്ലാത്തത് നടുക്കറ്റ് എന്ന് പറയുന്നിടത്ത് ആക്സെൻ്റ് കൊടുക്കുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. There are also other feet recognized by the English metrist apart from the variations of 5 chief measures given above. അതായത് നമ്മൾ ഈ മുമ്പേ പറഞ്ഞ മീറ്ററുകളല്ലാതെയും പലതരം ഇംഗ്ലീഷ് മീറ്റേഴ്സ് ഭാഷാ വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. Hudson takes into account only those combinations that are applicable to classic meter. ഹഡ്സൺ ആണെങ്കിൽ ആ ഒരു പഴയ ക്ലാസിക് മീറ്ററിനെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. Since these combinations are employed by the English writers അത് സ്വീകരിച്ചിട്ടുമുണ്ട്. The accented and unaccented syllables of the English variety are considered as equivalent to the long and short syllables. അതായത് ഈ ആക്സെൻറ്റഡ് സിലബിൾസും അൺആക്സെൻറ്റഡ് സിലബിൾസും ഇംഗ്ലീഷ് മീറ്ററുകളിൽ കാണുന്ന ഇത്തരം സിലബിൾസ് they are considered as equivalent to long and short syllables. അത് ലോങ് സിലബിളും ഷോർട്ട് സിലബിളുകളും പോലെ തന്നെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. The feet form the basis of lines or verses which are classified as diameter, trimester, tetrameter, pentameter, heptameter and octameter. അതായത് ഈ ചരണങ്ങൾ the feet form the basis of lines. ചരണങ്ങൾ പല പേരുകളിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചരണങ്ങളിലെ സിലബിളുകളുടെ സ്ട്രെസ് അല്ലെങ്കിൽ അതിൻ്റെ മീറ്റർ അനുസരിച്ച് പലതരം മീറ്ററുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ചിലതാണ് ഡയാമീറ്റർ, ട്രൈമെസ്റ്റർ, ടെട്രാമീറ്റർ, പെൻറ്റാമീറ്റർ, ഹെപ്റ്റാമീറ്റർ, ഒക്ടാമീറ്റർ എന്നൊക്കെ പറയുന്നത്. ഇൻ അക്കോർഡൻസ് വിത്ത് ദ നമ്പർ ഓഫ് ഫീറ്റ് ദേ ഹാവ്, ചരണങ്ങളുടെ എണ്ണം അനുസരിച്ച് ഈ പേരുകളിൽ പലതരം മീറ്ററുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ടെന്നിസൺസ് ഇൻ മെമ്മോറിയം ഈസ് കമ്പോസ്ഡ് ഓഫ് അയാംബിക് ടെട്രാമീറ്റർ. ടെന്നിസൻ്റെ ഇൻ മെമ്മോറിയം എന്ന കവിത അയാംബിക് ടെട്രാമീറ്ററിലാണ് രചിച്ചിരിക്കുന്നത്. ആൻഡ് ദ ഇംഗ്ലീഷ് ബ്ലാങ്ക് വേഴ്സ് ഈസ് ഓഫ് അയാംബിക് പെൻറ്റാമീറ്റർ. എന്നാൽ ഇംഗ്ലീഷ് ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്ന മെട്രിക്കൽ സ്ട്രക്ചർ അയാംബിക് പെൻറ്റാമീറ്റർ ആണ്. The closing line of the Spenserian stanzas are composed of iambic hexameter. അതായത് എഡ്മണ്ട് സ്പെൻസറിൻ്റെ കവിത എന്ന് പറയുന്നത് അയാംബിക് ഹെക്സാമീറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. These theatric
are of course subject to continual variation, and much of the modern English poetry is characterized by great metrical irregularity. അതായത് ഈ ഒരു നാടകശാല രീതികൾ, തിയേറ്ററിക്കലായിട്ടുള്ള ഈ രീതികൾ പലതരം വേരിയേഷനിലൂടെ കടന്നു വരികയും മോഡേൺ ഇംഗ്ലീഷ് പോയട്രി, അതായത് ആധുനിക ഇംഗ്ലീഷ് പോയട്രിയിലാണെങ്കിൽ ഈ മെട്രിക്കൽ സിസ്റ്റത്തിൽ ഈ മീറ്റേഴ്സ് ഒന്നും കൃത്യമായിട്ടൊന്നും ഫോളോ ചെയ്തിട്ടില്ലാത്തതായിട്ട് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇംഗ്ലീഷ് പോയട്രി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഗ്രേറ്റ് മെട്രിക്കൽ ഇറഗുലാരിറ്റി. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ പഴയ കവികളൊക്കെ തന്നെയും മെട്രിക്കൽ സ്ട്രക്ചർ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്നപ്പോൾ ആധുനിക കവികൾ അതിൽ നിന്ന് പതുക്കെ മാറാൻ തുടങ്ങി. One of the simplest and most frequent common phenomena is the substitution of another kind of food, and even no less than a person like Dr. Johnson allows such variation in long composition. അതായത് ഒരു സിസ്റ്റത്തിനെ ലംഘിച്ചുകൊണ്ട് ഒരു പുതിയ തരം മീറ്റർ ഇതിനകത്ത് ചേർക്കുക എന്നുള്ളൊരു രീതി ആധുനിക എഴുത്തുകാർ ഫോളോ ചെയ്തിരുന്നു. ഇനി പറയാൻ പോകുന്നത് the subject of versification is bound by the theory of metrical variation, in which is fascinating as well as difficult. അതായത് ഈ ഒരു മെട്രിക്കൽ വേരിയേഷൻ എങ്ങനെയാണ് ഈ ഒരു മെട്രിക്കൽ വേരിയേഷൻ നടന്നത് എന്നുള്ളത് ഇത്തിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. The 5 principal measures of meter have a special fitness of particular purposes. The trisyllables are undoubtedly lighter and more rapid in movement than disyllables. അതായത് ഈ ചരണങ്ങളിൽ ട്രൈസിലബിൾസ് വരുന്ന ചരണങ്ങൾ ഡൈസിലബിൾ വരുന്ന ചരണങ്ങളെ കാട്ടിലും കുറച്ചുകൂടെ ലൈറ്റാണ്, അതിന് കുറച്ചുകൂടെ ക്വിക്നെസ് ഉണ്ട്. പിന്നെ അതായത് അതിൻ്റെ ഒരു മുന്നോട്ടുള്ള ഒരു പോക്കിന് കുറച്ചും കൂടെ റാപ്പിഡിറ്റി കാണുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു ഡിസ്റ്റിങ്വിഷ് ദ ഡിഫറൻസ് ഇൻ എസ്തെറ്റിക് ക്യാരക്ടർ ആൻഡ് ഇഫക്റ്റ് വിത്തിൻ ദ 2 ഗ്രൂപ്പ്സ്. അതായത് കാവ്യ ആസ്വാദനത്തിൻ്റെ കാര്യത്തിലും ട്രൈസിലബിൾഡ് പോംസിനും ഡൈസിലബിൾഡ് ചരണങ്ങൾക്കും വ്യത്യസ്തത ഉണ്ട്. Critics describe the iambic measure as smooth, dignified and stately. അതായത് നിരൂപകർ അയാംബിക് മീറ്റർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒഴുക്കുള്ളതാണ്, സ്മൂത്താണ്, ഡിഗ്നിഫൈഡും സ്റ്റേറ്റ്ലിയുമാണ്, മഹത്വമുള്ളതാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. While the trochaic is energetic and abrupt. എന്നാൽ ട്രോക്കൈക് മീറ്റർ ആണെങ്കിൽ എനർജറ്റിക് ആണ്, അതായത് ഊർജ്ജസ്വലമാണ്, എന്നാൽ അബ്രപ്റ്റ് ആണ്, അതായത് പെട്ടെന്ന് വരുന്നതാണ്. ആൻഡ് അനാപെസ്റ്റിക്, സ്വിഫ്റ്റ് ആൻഡ് ഫോഴ്സിഫുൾ. അനാപെസ്റ്റിക് എന്ന് പറയുന്ന മീറ്റർ സ്വിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആണ്, ഫോഴ്സിബിൾ ആണ്, നിർബന്ധപൂർവം കൊണ്ടുവരേണ്ടതാണ്. Likewise, while the dactylic is airy and graceful. അതുപോലെ തന്നെ ഡാക്റ്റിലിക് മീറ്ററുകൾ എയറി ആണ്, അതായത് കാറ്റുപോലെയാണ്, ഗ്രേസ്ഫുൾ ആണ്, അതായത് മനോഹരമാണ്. ദ ആംഫിബ്രേക്ക് മീറ്റർ ആണെങ്കിൽ സ്വിംഗിങ് ആൻഡ് ഫ്രീ, അതായത് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന തരത്തിലുള്ളതാണ് ആംഫിബ്രേക്ക് മീറ്ററുകൾ. Every form of meter has a much wider range of power than what is suggested by mere abstract statements. അതായത് ഓരോ മീറ്ററുകൾക്കും wider range of power ഉള്ളതാണ്. Iambic measure is a standard verse of English poetry and it is successfully used for all kinds of subjects. അതായത് ഇംഗ്ലീഷ് കവികൾ വളരെയധികം യൂസ് ചെയ്തിട്ടുള്ള ഒരു മീറ്ററാണ് അയാംബിക് മെഷർ എന്ന് പറയുന്നത്. ട്രൈസിലബിൾ മീറ്റേഴ്സ് ആർ ഓഫൺ ഇഫക്റ്റീവ് ആസ് വെഹിക്കിൾസ് ഓഫ് സോളം മെഡിറ്റേഷൻ ആൻഡ് ഫീലിങ്സ് ഓഫ് ടെൻഡർനെസ്. അല്ലെങ്കിൽ ട്രൈസിലബിൾ മീറ്റേഴ്സ് ആത്മാർത്ഥമായിട്ടുള്ള ചിന്താധാരയ്ക്ക് വളരെ യോജിച്ചതായിട്ടാണ് കവികൾ ഉപയോഗിച്ചിരുന്നത്. ഇനി അടുത്തത് ഇൻ അവർ സ്റ്റഡി ഓഫ് എ പോയറ്റ്. ഇനി നമ്മൾ ഈ കാര്യങ്ങളൊക്കെയും മനസ്സിൽ വെച്ചുകൊണ്ട്
നമ്മളൊരു പോയറ്റിനെ പറ്റി പഠിക്കുമ്പോൾ we must consider the measure used by him successfully and frequently and connect it to his characteristic temper and genius. ഒരു കവിയെ പറ്റി പഠിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന മീറ്റർ ഏതാണെന്നും ആ മീറ്ററും അദ്ദേഹത്തിൻ്റെ ടെമ്പർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക തലവും അദ്ദേഹത്തിൻ്റെ ജീനിയസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വവുമെല്ലാം ഈ മീറ്ററുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ പഠിക്കേണ്ടത്, സാഹിത്യ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. മീറ്റർ ഈസ് ആൻ എസെൻഷ്യൽ കോൺകോമിനൻറ്റ് ഓഫ് പോയട്രി. അതായത് കോൺകോമിനൻ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് കവിതയിൽ വന്നു ചേരുന്നതാണ് മീറ്റർ. ഇനി അടുത്തത് നമ്മൾ റൈം എന്താണെന്നാണ് നോക്കുന്നത്. RIME റൈം. RIME റൈം എന്ന് പറയുന്നത് പ്രാസമാണ്. മലയാളത്തിൽ തന്നെ പ്രാസം എന്നാണ് പറയുന്നത്. റൈം ഈസ് റിഗാർഡഡ് ആസ് ആൻ ആക്സസറി ടു മെട്രിക്കൽ കോമ്പസിഷൻ. അതായത് ഒരു മെട്രിക്കൽ എഴുത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ റൈം എന്ന് പറയുന്നത്. It is so common in English verse that its importance can be hardly overstated. അതായത് ഇത് ഇംഗ്ലീഷ് കവിതകളിൽ വളരെയധികം സർവ്വസാധാരണമായിട്ട് റൈം ഉപയോഗിച്ചിരിക്കുന്നു. It adds to the beauty of poetry as musical speech. ഈ ഒരു പ്രാസം ഉപയോഗിക്കുന്നത് കൊണ്ട് കവിതയുടെ മ്യൂസിക്കൽ ക്വാളിറ്റിയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഗീതാത്മകതയാണ് അതിനകത്ത് ഉണ്ടായി വരുന്നത്. സിൻസ് ഇറ്റ് മാർക്സ് ഡിസ്റ്റിങ്ക്ലി ദ ക്ലോസ് ഓഫ് ലൈൻസ് ആൻഡ് സ്റ്റാൻസാസ്, ഇറ്റ് ഹെൽപ്സ് ടു എംഫസൈസ് ദ റിതം. അതായത് ഈ ഒരു റൈം വരുന്നത് വരികളുടെ അവസാന വാക്കുകളിലായതുകൊണ്ട് തന്നെ ഈ ഒരു റൈമിൻ്റെ ഉപയോഗം കവിതയ്ക്ക് താളം കൊടുക്കുന്നു അല്ലെങ്കിൽ റിതം കൊടുക്കുന്നു. അടുത്തത് ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി ഇൻ വവൽ ആൻഡ് കോൺസണന്റ് സൗണ്ട്സ് ഇൻ സി, മീ, ആർക്ക്, മാർക്ക്. സംടൈംസ് ദർ ഈസ് ഡിഫറൻസ് ഇൻ ദ കോൺസണൻസ് ഓർ കോൺസണൻസ് പ്രിസീഡിങ് ദ വവൽസ് ആസ് ഇൻ റേ, സ്ട്രേ. അതായത് ഇവിടെ വേറൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, റൈം സ്കീമിനെ പറ്റിയിട്ടാണ്. അതായത് ഒരേ ഉച്ചാരണ സാദൃശ്യമുള്ള വാക്കുകളെയാണ് നമ്മൾ റൈം സ്കീം ഉള്ള വാക്കുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. റേ, സ്ട്രേ, പിന്നെ അതുപോലെ തന്നെ സി, മീ എന്നൊക്കെ പറയുന്നത് റൈമിംഗ് വേർഡ്സ് ആണ്. അതായത് കവിതയ്ക്ക് ശബ്ദഭംഗി കൊടുക്കുന്നതാണ് ഈ റൈമിംഗ് വേർഡ്സ് അല്ലെങ്കിൽ ഈ റൈംസ്. സിമിലാരിറ്റി ഓഫ് ആക്സെൻറ്റ് ആസ് ഇൻ റിങ്ങിങ്, സിംഗിങ്, ബ്യൂട്ടിഫുൾ, ഡ്യൂട്ടിഫുൾ. അതായത് ബ്യൂട്ടിഫുൾ, റിങ്ങിങ്, സിംഗിങ്, ഇതിനകത്തൊക്കെ ഒരു ഡബിൾ റൈമും നമുക്ക് കാണാവുന്നതാണ്. ബട്ട് വേർഡ്സ് ലൈക്ക് സിംഗർ, ഏജിങ്, ബ്യൂട്ടിഫുൾ ഡു നോട്ട് റൈം വിത്ത് വൺ അനദർ. അതായത് സിംഗർ എന്നുള്ള വാക്കും ഏജിങ് എന്നുള്ള വാക്കും തമ്മിൽ സാദൃശ്യമില്ല. റൈംസ് മേ ബി സിംഗിൾ ഓർ മസ്കുലിൻ ആസ് ഇൻ സിംഗ്, റിങ്. അതായത് റൈമിനകത്ത് മസ്കുലിൻ റൈം ഉണ്ട്. അതായത് സിംഗ്, റിങ് ഈ രണ്ട് വേർഡ് മസ്കുലിനാണ്. എന്നാൽ ഡബിൾ ഓർ ഫെമിനൈൻ ആയിട്ടുള്ള റൈംസ് എന്ന് പറഞ്ഞാൽ റിങ്ങിങ്, സിംഗിങ്. ഒരു വാക്കിൽ തന്നെ രണ്ട് ശബ്ദങ്ങൾ ഒരുപോലെ വരുന്നതിനെയാണ് ഫെമിനൈൻ റൈം എന്ന് പറയുന്നത്. ട്രിപ്പിൾ ആസിൻ, അതുപോലെ തന്നെ മസ്കുലിൻ, ഫെമിനിൻ, അത് പോരാഞ്ഞിട്ട് ട്രിപ്പിൾ ഉണ്ട്. അതായത് 3 ശബ്ദങ്ങൾ ഒരു വാക്കിൽ ഒരുപോലെ സാദൃശ്യത്തിൽ വരുന്നത്. അതായത് അൺഫോർച്ചുനേറ്റ്, ഇംപോർച്ചുനേറ്റ്, അതിനകത്ത് 3 ശബ്ദങ്ങൾ ഒരുപോലെ വരുന്നുണ്ട്. These different kinds of rhyme may be employed by a poet at his own discretion in very many ways. അതായത് ഒരു പോയറ്റ് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഒരു റൈമിംഗ് വേർഡ്സുകളെല്ലാം തൻ്റെ കവിതയിൽ ഉപയോഗിക്കുന്നതാണ്. A poem may be completely in single rhymes or in double or in triple, or different kinds may be introduced in regular alternation, or the alternation may be occasional and arbitrary. അതായത് ഈ ഒരു ഡബിൾ റൈമോ ട്രിപ്പിൾ റൈമോ ഒക്കെ തന്നെയും
കവി തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വാതന്ത്ര്യത്തോടു കൂടി കവിതകളിൽ ഉപയോഗിക്കും. അടുത്തത്, ബട്ട് ദർ ഈസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഫോർ ദ യൂസ് ഓഫ് റൈം. ഈ റൈമിൻ്റെ ഉപയോഗത്തിനെ പറ്റിയിട്ട് ഒരു ഇങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു റൂളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. And Mrs. Browning's Cowper's Grave is entirely in double rhymes, and the rhyme scheme serves to deepen the subdued elegiac tone. അതായത് മിസ്സസ് ബ്രൗണിങ്ങിൻ്റെ കൗപ്പേഴ്സ് ഗ്രേവിനകത്ത് ഡബിൾ റൈംസ് ആണ് ധാരാളമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ആ കവിതയുടെ ഒരു ഫീലിങ്ങിന് കൂടുതൽ ഡെപ്ത് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഡബിൾ ആൻഡ് ട്രിപ്പിൾ റൈംസ് are ingenious and are far-fetched and produce a grotesque effect and adopted for the purpose of burlesque. അതായത് ഈ ഡബിൾ റൈമുകളും ട്രിപ്പിൾ റൈമുകളും ഒക്കെ തന്നെയും വിചിത്രമായിട്ടുള്ള ശബ്ദ പാറ്റേണുകൾ സൃഷ്ടിക്കുകയും അത് ഹാസ്യാനുകരണ കവിതയ്ക്ക് പറ്റിയതായിട്ട് വരികയും ചെയ്തിരിക്കുകയാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻസ എന്താണ് എന്നാണ്. Stanza is a group of lines forming by itself a unit of organization. സ്റ്റാൻസ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കവിതയിലുള്ള പാരഗ്രാഫിനെയാണ് സ്റ്റാൻസ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലൈൻസ്, വരികളുടെ ഒരു ഗ്രൂപ്പ്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വരികളുടെ ഒരു ഗ്രൂപ്പിനെയാണ് സ്റ്റാൻസ എന്ന് പറയുന്നത്. In many cases, the stanzas are irregular in length and structure, as in Wordsworth's Ode on the Intimations of Immortality and Tennyson's Maud. അതായത് പല കേസുകളിലും സ്റ്റാൻസകൾ ഇറഗുലറായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇറഗുലർ ഇൻ ലെങ്ത്, അതായത് അതിൻ്റെ നീളത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ സ്ട്രക്ചറിൻ്റെ കാര്യത്തിലുമൊക്കെ ഒരു കൃത്യതയൊന്നും സ്റ്റാൻസകളിൽ മിക്ക വലിയ കവികളും പാലിച്ചിട്ട് ഉള്ളതായിട്ട് കാണുന്നില്ല. Generally, a poem is built up of sections that are identical in form. സാധാരണഗതിയിൽ കവിതകൾ ഒരു പ്രത്യേക തരം സെക്ഷൻസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഐഡൻറ്റിക്കൽ, ഒരേപോലെയുള്ള സ്ട്രക്ചറുള്ള ഓരോ സെക്ഷൻസ് ആയിട്ടാണ് കവിതകൾ സാധാരണഗതിയിൽ എഴുതുന്നത്. റെഗുലർ സ്റ്റാൻസാസ് ആർ കോമൺലി ഡിഫൈൻഡ് ബൈ ദ നമ്പർ ഓഫ് ലൈൻസ് ആൻഡ് ദ ഡിസ്പോസിഷൻ ഓഫ് റൈംസ് ദാറ്റ് ബൈൻഡ് ദീസ് ലൈൻസ് ടുഗെദർ. റെഗുലർ സ്റ്റാൻസ എന്ന് പറയുന്നത് അതിന് ലൈനുകളുടെ നമ്പറിൻ്റെ കാര്യത്തിൽ കൃത്യതയുണ്ടാകും. അതിൻ്റെ ഡിസ്പോസിഷൻ ഓഫ് റൈംസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രാസത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു സാദൃശ്യം കാണും. ഈ രണ്ട് കാര്യങ്ങളുമാണ് ദാറ്റ് ബൈൻഡ് ദീസ് ലൈൻസ് ടുഗെദർ. ഈ ഒരു സ്റ്റാൻസയ്ക്കകത്തുള്ള വരികളെ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ കാര്യങ്ങളാണ്. Since we have numerous stanza forms, we need not tabulate them. നമുക്ക് പലതരം സ്റ്റാൻസ ഫോംസുകൾ ഈ കവിതകളിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു ടാബുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. The following are some of the best known examples of the rhyme schemes are given in brackets. The couplet, അതായത് ചില റൈം സ്കീമുകൾ, വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില റൈം സ്കീമുകളാണ് ഇനി പറയാൻ പോകുന്നത്. അതിലൊരെണ്ണമാണ് കപ്ലെറ്റ്. അതായത് രണ്ട് വരിയുടെ അറ്റത്തുള്ള രണ്ട് വാക്കുകൾ ഒരേപോലെ റൈം ചെയ്യുന്നു, എ എന്നുള്ള രീതിയിൽ റൈം ചെയ്യുന്നു. ആസ് ഇൻ പോപ്സ് എസ്സേസ് ഓൺ മാൻ, അലക്സാണ്ടർ പോപ്പിൻ്റെ എസ്സേസ് ഓൺ മാൻ എന്നുള്ള കവിതയിലുള്ളതുപോലെ. ആൻഡ് കീറ്റ്സിൻ്റെ എൻഡീമിയൻ എന്ന കവിതയിലുള്ളതുപോലെ. ദ ട്രിപ്ലെറ്റ്, ഇനി ട്രിപ്ലെറ്റ് നോക്കാം. അതായത് 3 വരികളുടെ അവസാനത്തെ വാക്കുകൾ ഒരുപോലെ റൈം ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ടെന്നിസൻ്റെ 2 voices. ദ ക്വാട്രെയിൻ ആസ് ഇൻ കീറ്റ്സ്, അതായത് 4 വാക്കുകൾ റൈം ചെയ്യുന്നത് കീറ്റ്സിൻ്റെ ലാ ബെല്ല ഡെയിൻ സാൻസ് മാർഷി എന്ന് പറയുന്ന പോയത്തിലുള്ളതുപോലെ ക്വാട്രെയിൻസ്. ബട്ട് ഇറ്റ് വേരീസ് ഫ്രം ഓതർ ടു ഓതർ. അതായത് ഇതെല്ലാം തന്നെയും ഓരോ ഓതറും അവരുടെ ഇഷ്ടമുള്ള രീതിയിലാണ് റൈം സ്കീമുകൾ തൻ്റെ കവിതകളിൽ എംപ്ലോയ് ചെയ്യുന്നത്. അടുത്തത് 6 ലൈൻ സ്റ്റാൻസാസ് ഉണ്ട്, 9 ലൈൻ സ്റ്റാൻസാസ് ഉണ്ട്,
For further classification of stanzas, the relative length of the lines is also taken into consideration. സ്റ്റാൻസുകളുടെ ക്ലാസിഫിക്കേഷനെ പറ്റി പഠിക്കുമ്പോൾ വരികളുടെ നീളവും നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. Hence, not only the rhyme schemes but also a peculiar arrangement of meters gives its special characteristics which varies from poet to poet. അതായത് ഓരോ കവിയും തൻ്റെ ഇഷ്ടപ്രകാരം മെട്രിക്കൽ സ്ട്രക്ചറുകളും റൈമുകളും ഒക്കെ യൂസ് ചെയ്താണ് സ്വാതന്ത്ര്യത്തോടെ കവിതകൾ എഴുതുന്നത്. Stanzas may be used with a sense of the traditional significance or significance of literary association. അതായത് ഒരു ട്രഡീഷണൽ ആയിട്ട് രീതിയിലും സ്റ്റാൻസാസ് ഉപയോഗിക്കാം, പിന്നെ സാഹിത്യപരമായിട്ടുള്ള അസോസിയേഷനിലും സ്റ്റാൻസകൾ ഉപയോഗിക്കാം. The poet chooses the grab that is suitable to his purpose. അതായത് ഒരു കവി തനിക്ക് യോജിക്കുന്ന രീതിയിലാണ് ഇതെല്ലാം എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, Keats chooses the Italian from his Isabella and the Spenserian variety for Eve of Saint Agnes. അതായത് കീറ്റ്സ് ഇറ്റാലിയൻ മെട്രിക്കൽ ഫോമാണ് തൻ്റെ ഇസബെല്ല എന്ന കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ സ്പെൻസീരിയൻ മെട്രിക്കൽ ഫോമാണ് ഈവ് ഓഫ് സെയിൻറ്റ് ആഗ്നസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. The problem of the aesthetic qualities of different stanzas and their applicability to particular purposes are interesting points of investigation. അതായത് ഈ ഒരു മെട്രിക്കൽ സ്ട്രക്ചറുകളും അത് വായിക്കുമ്പോൾ വായനക്കാരനിൽ ഉണ്ടാകുന്ന എയ്സ്തെറ്റിക് ഫീലിംഗ്, അതായത് ആസ്വാദന രീതിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പഠിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു മേഖലയാണ്.